ഹലോ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ടു എം ടോക്സ്. എം ടോക്സിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ട്രിവാൻഡ്രത്തെ വൺ ഓഫ് ദ മോസ്റ്റ് സെലിബ്രേറ്റഡ് ഡെൻ്റൽ ക്ലിനിക്കായ ചിത്ര മൾട്ടി സ്പെഷ്യാലിറ്റി ഡെൻ്റൽ ക്ലിനിക്കിൻ്റെ ഓണർ, റിനൗണ്ട് ഡെൻറ്റിസ്റ്റ് ഡോക്ടർ മിനി ജോസ് ആണ്. മാം, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഒരു സക്സസ്ഫുൾ ആയ വനിതാ സംരംഭക കൂടിയാണ്. ശരിയായിരിക്കും. മാം 1993 ക്ലിനിക്ക് സ്ഥാപിക്കുന്നത്. എങ്ങനെയാണ് സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? ഹൗ ഡിഡ് യു ഫിനാൻസ് യുവർ ഫസ്റ്റ് ക്ലിനിക്, മാം? സ്വന്തമായിട്ടുള്ളൊരു ക്ലിനിക്ക് എന്നല്ല, ആദ്യം ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഒരു ടീച്ചിങ് ഫാക്കൽറ്റി തന്നെയായിട്ടാണ്. അന്ന് ഒരു പ്രൈവറ്റ് ഡെൻ്റൽ കോളേജ്, രാജാസ് ഡെൻ്റൽ കോളേജിൽ ടീച്ചിങ് ഫാക്കൽറ്റി ആയിട്ടായിരുന്നു എൻ്റെ കരിയർ. അപ്പം ഇവിടുന്ന് ട്രാവൽ ചെയ്ത് നാഗർകോവിൽ വരെ എത്തുന്ന ഒരു ബുദ്ധിമുട്ടും, അതുപോലെ അത് ലോങ് ടേമിൽ അതൊരു പോസിബിളായിട്ടുള്ള കാര്യമല്ല എന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഉപദേശം ഉണ്ടായിരുന്നു. അങ്ങനെ 1993 നമ്മൾ സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് തുടങ്ങി. അപ്പോൾ അതിനുള്ള ഫണ്ടിങ് എന്ന് വെച്ചാൽ അത് പ്രൈം മിനിസ്റ്റേഴ്സ് ഒരു റോസ്ഗാർ യോജന, അതായത് രാജീവ് ഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു 1 ലക്ഷം രൂപയാണ് അതിൻ്റെ മൂലധനം. അപ്പോൾ അന്നത്തെ ക്ലിനിക്ക് എന്ന് വെച്ചാൽ ഒരു നിയർലി 150 സ്ക്വയർ ഫീറ്റിൽ വളരെ ചെറുതായിട്ട് ഒരു ഡെൻ്റൽ ചെയർ, പറഞ്ഞാൽ ഞാൻ തന്നെയായിരുന്നു അന്ന് സ്വീപ്പറും ഡോക്ടറും അസിസ്റ്റൻറ്റും എല്ലാം. അങ്ങനെ ഒരു ചെറിയ ക്ലിനിക്ക് തുടങ്ങി. അതായിരുന്നു സ്റ്റാർട്ടിങ്. അപ്പോൾ 1993 നമ്മൾ 2025 എത്തിയിരിക്കുമ്പോൾ ഈ ക്ലിനിക്കിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയായിരുന്നു? എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ യാത്രയിൽ സംഭവിച്ചതെന്ന് പറയാമോ മാം? മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ 150 സ്ക്വയർ ഫീറ്റിൽ ഇരിക്കുമ്പോഴും എൻ്റെ ആഗ്രഹങ്ങൾക്ക് ഭയങ്കര ചിറകുകളായിരുന്നു. അപ്പോൾ അന്ന് എനിക്കറിയാം ഇതിൽ ഇങ്ങനെയല്ല പോകേണ്ടത് എന്നുള്ള ഒരു തോന്നൽ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ 150 സ്ക്വയർ ഫീറ്റിൽ നിന്ന് നമ്മൾ തൊട്ടടുത്ത ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ ഉടനെ തന്നെ 500 സ്ക്വയർ ഫീറ്റ് വിത്ത് 2 ചെയേഴ്സിലേക്ക് മാറ്റി വിതിൻ 2 ഇയേഴ്സ്. അവിടെ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് ചെറിയ ചില ചലഞ്ചസ് ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ, നമ്മളെപ്പോഴും റെൻറ്റഡ് ബിൽഡിങ്ങിൽ ഇരിക്കുമ്പം നമ്മളെപ്പോഴും ഒരു സം കൈൻഡ് ഓഫ് പ്രഷർ, പിന്നെ എക്സ്പാൻഷൻ പോസിബിലിറ്റീസ്, പാർക്കിംഗ് ഫെസിലിറ്റിയുടെ പ്രോബ്ലം. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മളുടെ ഒരു വെൽവിഷർ തന്നെ സജസ്റ്റ് ചെയ്തു. എനിക്ക് ശ്രീകാര്യത്തൊരു ചെറിയ സ്ഥലം കിട്ടി, അതിൽ ബിൽഡിംഗ് പണിതു. പിന്നെ അത് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഡെൻ്റൽ സെൻ്റർ ആക്കി. പിന്നീട് 2022 വീണ്ടും ഒരു ബ്രാഞ്ച് ഓപ്പണിംഗ്, അതായത് ഒരു സിറ്റിയിൽ വളരെയധികം എല്ലാ ഫെസിലിറ്റീസും ഉള്ള 2 സെൻറ്ററും നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പക്ഷേ നമുക്കൊരു അർബൻ ബ്രാഞ്ച് വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മളൊരു വളരെയധികം എക്സ്പാൻഡഡ് ആയിട്ട് തന്നെ ഒരു സെൻറ്റർ തുടങ്ങി. പിന്നെ അന്നും ഇന്നും ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യം, എപ്പോഴും ഇൻഫ്രാസ്ട്രക്ചറിലും മാൻ പവറിലും ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ നോളജ് ആൻഡ് സ്കിൽ അപ്ഡേഷൻസ് അത് എപ്പോഴും നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മളുടെ കൂടെ ഉള്ള നമ്മുടെ സ്റ്റാഫിനും അത് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു. മാം, ഈ തുടങ്ങിയ സമയം മുതൽ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടാവും, അതൊക്കെ മറികടന്നിട്ടും ഉണ്ടാവും. അപ്പോൾ ഹൗ ഡു യു മാനേജ് യുവർ സ്ട്രെസ്, എക്സ്പെഷ്യലി ഹൈ പ്രഷർ സിറ്റുവേഷൻസ് ഒക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് മാം? വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്, അതില്ലെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ്, അതുപോലെ തന്നെ ചിലപ്പം പ്രൊഫഷണൽ ക്രൈസിസുകൾ ഉണ്ടാവാം. പക്ഷേ നമ്മുടെ ഏറ്റവും വലിയ ഒരു ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്, ഞാൻ പണ്ട് എൻ്റെ ഒരു നെയ്ബർ, ഞങ്ങളുടെ സീനിയർ മെമ്പറാണ്, അന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓൾവേസ് കീപ് ഫ്രണ്ട്സ് ഓഫ് യുവർ ഏജ്, ബിലോ യുവർ ഏജ് ആൻഡ് എബോവ് യുവർ ഏജ്. അപ്പോൾ നമുക്ക് എപ്പോഴും എല്ലാ കാര്യത്തിനും ഗോഡ് ഫാദർ അല്ലെ ഗോഡ് മദർ, ഗുരു എന്നൊക്കെ പറയുന്നൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഒരു ക്രൈസിസും അധികം നീളാറില്ല, കാരണം അപ്പം തന്നെ നമുക്ക് എവിടെ നിന്നെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടും. അപ്പോൾ ഉണ്ട്, സ്ട്രെസ് ഉണ്ട്, ആസ് യൂഷ്വൽ എവറിബഡി, ഐ ഹാവ് ഓൾസോ സ്ട്രെസ്. പക്ഷെ അത് അൺമാനേജബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് പോയിട്ടില്ല. ഷോർട്ട് ടൈം വി ഫൈൻഡ് സം വേ ഓർ സംബഡി വിൽ കം ആൻഡ് ഹെൽപ്പ് മീ. അതാണ്, അങ്ങനെയാണ് മാം. പണ്ട് കാലത്തെ പോലെയല്ല, എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഹൈജീനുമായി ബന്ധപ്പെട്ട് മാത്രമല്ല നമ്മളിപ്പോൾ ഡെൻറ്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നത്. എല്ലാവരും വളരെ കോൺഷ്യസ് ആയിട്ട് അവരുടെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും അവരുടെ ഒരു ലുക്കിംഗ് ബെറ്റർ അതിന് വേണ്ടിയിട്ട്
ഇപ്പോൾ ഡെൻറ്റിസ്റ്റിനെ എല്ലാവരും കോൺഷ്യസ് എഫേർട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാറ്റത്തിനെ മാം എങ്ങനെയാണ് കാണുന്നത്? ഈ മാറ്റം ഒരു പരിധിവരെ നമ്മൾ തന്നെ നമ്മളുടെ ഒരു പ്രൊഫഷൻ്റെ ഭാഗമായിട്ടുള്ള മോട്ടിവേഷൻ, അതായത് നമ്മൾ ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ കാര്യം, എല്ലാവരും അവരവരുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ പറ്റി മോർ കോൺഷ്യസ് ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, പ്രൊഫഷണൽ ലൈഫ്, അതായത് പബ്ലിക് എക്സ്പോഷർ എന്ന് പറയുന്നത് വളരെയധികം നീണ്ടു. പണ്ട് ഒരു 50-55 വയസ്സിൽ നമ്മൾ പ്രൊഫഷനിൽ നിന്ന് റിട്ടയർ ചെയ്ത് മാറുന്നത് പോലല്ല ഇപ്പം. ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ഒരു ഗുഡ് ടൈമുണ്ട്, അതെല്ലാവർക്കും പ്രസൻറ്റബിൾ ആകണമെന്നുണ്ട്. ആൻഡ് പീപ്പിൾ നോ ഹൗ ടു സ്പെൻഡ് മണി ഫോർ ദംസെൽഫ്. നമ്മൾ ചിലതൊക്കെ പറയും സെൽഫ് ഗിഫ്റ്റിംഗ്, സെൽഫ് പാമ്പറിങ്, അതുപോലെ എല്ലാം സെൽഫ് എന്നുള്ള ഒരു തോന്നലിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാ ആരോഗ്യ മേഖലയിൽ മുഴുവനും അത് നമുക്കത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. പല്ലിൻ്റെ മാത്രമല്ല, പല്ലിൽ ചിരിയായാലും ഡെൻ്റൽ ഹെൽത്ത് ആയാലും അത് സെൽഫ് അവെയർനെസ് കൂടി ബിക്കോസ് ഓഫ് സോ മെനി തിങ്സ്. അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വലും കൊടുക്കുന്ന എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്, പിന്നെ അതിനാളുകൾ നന്നായിട്ട് ചെവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടെല്ലാം ഡെൻ്റൽ ഹെൽത്ത് തന്നെയല്ല, എല്ലാം പൊതുവെയുള്ള ഈ സെൽഫ് അവെയർനെസ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവാണ്. കാരണം നമ്മൾ ചുവരുണ്ടെങ്കിലല്ലേ ചിത്രം എഴുതാൻ പറ്റുള്ളൂ എന്നൊരിതുണ്ട്. നമ്മൾ നന്നായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന ഒരു വൈബ്, അത് ഉണ്ടാക്കുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ബിയോണ്ട് വേർഡ്സ് അല്ലേ. അപ്പം നമ്മളിപ്പോൾ നന്നായിരിക്കുന്ന ഒരാളെ കാണുന്നത് പോലും നമുക്കൊരു എനർജിയാണ്. ഡെൻ്റൽ ക്ലിനിക്കിൻ്റെ നെയിമിങ്ങിലേക്ക് വന്നപ്പോൾ ചിത്ര എന്നുള്ള പേരിലേക്ക് എങ്ങനെയാണ് എത്തിയത്? എന്താണ് സ്പെഷ്യൽ? ട്രിവാൻഡ്രത്ത് അധികം പേർക്കും എൻ്റെ പേര് മിനി എന്നാന്ന് അറിഞ്ഞുകൂടാ. കാരണം അധികം പേരും ചിത്ര മാഡം, ചിത്ര ഡോക്ടർ എന്നൊക്കെ തന്നെ പറയുന്നത്. പക്ഷെ അതിനുള്ള കാര്യം, അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 93-ലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം 93-ൽ എല്ലാ ബോർഡുകളും ഒരു ഡെൻ്റൽ ക്ലിനിക്കിൽ നിന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ കൂടുതലൊന്നുമില്ല. ഡെൻ്റൽ ക്ലിനിക് ഡോക്ടർ മിനി ജോസ്, അല്ലെങ്കിൽ ആരാണോ പേര്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ലാബുകളിലേക്ക് നമ്മുടെ വർക്കുകൾ അയക്കുക, ഐഡൻറ്റിറ്റി പ്രോബ്ലം വരും. അതായത് നമുക്കൊരു സാധനം മിസ്ഡയറക്റ്റ് ചെയ്ത് വരിക. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മളൊരു പേരിനെ പറ്റി ചിന്തിച്ചു. അതും ഇതുപോലൊരു വെൽവിഷറിൻ്റെ അഡ്വൈസാണ്. എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു 10 പേര് എഴുതിക്കൊണ്ട് വരൂ. അപ്പം നമ്മൾ കുറേ പേര് കൊടുത്തപ്പം ആൾ പറഞ്ഞു തിരുവനന്തപുരം അല്ലേ, അപ്പം നമുക്ക് ഒരു ജാതി മതം അങ്ങനെയൊന്നും സ്പെസിഫൈ ചെയ്യാത്ത ഒരു കോമൺ ആയിട്ടുള്ള ഒരു പേര് എടുക്കാമെന്ന് പറഞ്ഞ് ചൂസ് ചെയ്ത് തന്നു. ഞാനത് നല്ല മനസ്സോടുകൂടി അക്സെപ്റ്റ് ചെയ്തു. അതങ്ങനെ ഇട്ടു, ഒരു ബ്രാൻഡായി. എന്തായാലും ഇവിടെ ട്രിവാൻഡ്രത്ത് പിന്നെ വേറെ ചിത്രമൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പിന്നെ അത് നമ്മൾ ഇതുപോലെ തന്നെ എല്ലാം രജിസ്ട്രേഷൻ, ട്രേഡ് മാർക്കിംഗ്, അതിൻ്റെ രജിസ്ട്രേഷൻ എല്ലാം ചെയ്ത് ചിത്ര നമ്മുടെ ബ്രാൻഡാക്കി. ഒരു ഡെൻറ്റിസ്റ്റായിട്ട് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുക എന്നുള്ളതിനപ്പുറം ഒരു വനിതാ സംരംഭക എന്ന നിലയിൽ വിജയിച്ച ഒരാളാണ് മാം. അപ്പം മാമിന് ഇനി വരുന്ന തലമുറയ്ക്ക് എന്ത് മോട്ടിവേഷൻസ് ആണ് കൊടുക്കാനുള്ളത്, അല്ലെങ്കിൽ എന്ത് ടിപ്സാണ് കൊടുക്കാനുള്ളത് ടു ബിക്കം സക്സസ്ഫുൾ? ഞാൻ ഒരു എംപ്ലോയി ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. നിയർലി അതായത് ഫുൾ ടൈം എംപ്ലോയി ആയിട്ടും അതുപോലെ തന്നെ പാർട്ട് ടൈം എംപ്ലോയി ആയിട്ടും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു എംപ്ലോയി ആയിട്ട് ഇരിക്കുമ്പോൾ അതിനകത്ത് കുറേ ചലഞ്ചസ് ഉണ്ട്. കാരണം നമ്മുടേതായ ഒരു ഇഷ്ടത്തോടു കൂടി ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. വി ആർ ഡ്രിവൺ ബൈ സംബഡി അല്ലേ. അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാൻ പെർമിഷനുള്ളൂ. ചിലപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ചില ശരികളെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടാവാം നമ്മളത് ചെയ്യുന്നത്. ചിലപ്പം എന്നിനുള്ള നിയോഗം അങ്ങനെയല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. കാരണം എനിക്ക് എൻ്റെ ഒരുപാട് ഫ്രീ ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇൻറ്റ്യൂഷൻ. പിന്നെ അതിനേക്കാൾ ഉപരി ഞാൻ 1-2 പേരെ ജോലിക്ക് എടുത്താണ് ഈ സ്ഥാപനം തുടങ്ങി. അപ്പോൾ ഇവരെല്ലാവരും ആ പൈസയെ എത്രത്തോളം വാല്യൂബിളായിട്ട് കാണുന്നു. അതിൽ മെജോറിറ്റി ലേഡീസാണ്. അപ്പോൾ ഈ ഒരു പൈസ കൊണ്ട് അവരെന്തെല്ലാം ചെയ്യുന്നു, അവർക്ക് സ്വന്തമായിട്ടൊരു അക്കൗണ്ട് ഉണ്ടാകുന്നു, സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നു, അവരുടെ ഒരു വീട്ടിലെ 90% എക്സ്പെൻസസും ഇതുകൊണ്ട് മാനേജ് ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് ഒരു ഹരവായി. കാരണം മാക്സിമം ആളുകൾക്ക്
നമ്മൾ തൊഴിൽ കൊടുക്കുക, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് കാലിൽ നിൽക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം എനിക്ക് കൊടുക്കാൻ പറ്റും. അപ്പം ഞാനെന്താ ആരും ഒരു കാലം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്കതൊരു ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ വേറെ ഏതെങ്കിലും ഒരു എക്സ്പെൻസ് കട്ട് ഓഫ് ചെയ്തിട്ടായാലും ഒരു 10,000 രൂപയുടെ ഒരു ജോലി എനിക്കിപ്പോൾ കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് വലിയൊരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ എൻ്റെ കൂടെ വരുന്ന ആളുകൾക്ക് ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, സ്വന്തമായ കൈകാര്യം ചെയ്യാനുള്ള മണി, 2 മിക്കവാറും ആളുകൾക്ക് വാഹനം, പിന്നെ അധികം പേരും ഇതിൽ നിന്നുള്ള ചെറിയ ചെറിയ ലോണുകളും ഇതുമൊക്കെ എടുത്ത് വീടുകൾ, പിന്നെ അവർ സ്വന്തമായി നിൽക്കാൻ തുടങ്ങി. പിന്നെ അവർക്ക് ഒരുപാട് രീതികളിൽ ഡൊമസ്റ്റിക് വയലൻസിനെ ഫേസ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിനുള്ള ഒരു ധൈര്യം, അതൊരു നല്ല പോസിറ്റീവ് വേ അതിൽ എടുക്കാൻ പറ്റി എന്നൊക്കെ ഉള്ളത് വളരെ ഇതാണ്. അപ്പം എനിക്ക് അവരുടെ കണ്ണുകളിലെ ആ ഒരു പ്രകാശം കാണുമ്പോൾ അറിയാം വാട്ട് ദേ ആർ ഗെറ്റിംഗ് ഫ്രം മീ. അതായത് മോണിറ്ററി വൈസ് ആയാലും നമ്മുടെ കൊച്ചു കൊച്ചു മോട്ടിവേഷണൽ ടോക്ക് വഴിയും രാവിലെയുള്ള മോർണിംഗ് മീറ്റിംഗ് കഴിയുമ്പോഴും നമ്മൾ അവർക്ക് അറിയാതെ പകർന്നു കൊടുക്കുന്ന ഊർജം കൊണ്ട് ഒരു 40 വീടുകളിലേക്ക് ഇതിങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു ജോലി കൊടുക്കുക എന്ന് പറയുന്നത് എനിക്കൊരു ഹരമാണ്. ഈ ഡെന്റിസ്ട്രി തന്നെ ഒരു പുതിയ സംരംഭം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എന്ത് ടിപ്സാണ് മാമിന് കൊടുക്കുക? എന്തൊക്കെയായിരിക്കും എസെൻഷ്യൽ ആയിട്ടുണ്ടാവുക അതിന്? ഡെന്റിസ്ട്രി തന്നെയല്ല, ഏതൊരാളിനും സ്വന്തമായിട്ടുള്ള സംരംഭം കൊടുക്കാൻ ഒന്ന് നമുക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ടിന് ഇപ്പോൾ ഗവൺമെൻറ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനെപ്പറ്റി കുറച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾക്ക് സ്വന്തമായിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഗ്രോ ചെയ്യുന്നു. മറ്റിപ്പം ഞാനൊരു 40 പേരെ നോക്കുന്നുണ്ടെങ്കിൽ അതേപോലെ ഓരോ ഫാമിലിയും അതിൽ നിന്ന് സേവ്ഡ് ആവുന്നു. അപ്പം ചില ആളുകൾക്കേ ഉള്ളൂ ആ ഒരു എൻ്റർപ്രണർഷിപ്പ് ഐഡിയാസ് ആൻഡ് അതിൻ്റെ ഒരു വിഷൻ. അപ്പം അങ്ങനെയുള്ളവർ ഉറപ്പായിട്ടും തുടങ്ങണം. അതുവഴി നമ്മുടെ നാടിന് വരുന്ന മാറ്റങ്ങൾ നമുക്ക് ബിയോണ്ട് വേർഡ്സ് ആണ്. ഓരോ ആളുകളും സെൽഫ് ഡെവലപ്പിംഗ് അറ്റ് ദ സെയിം ടൈം നാഷണൽ ഡെവലപ്മെൻറ്റ്. എന്തെങ്കിലും ചെയ്യരുത്, അല്ലെങ്കിൽ ഈ തെറ്റ് ആവർത്തിക്കരുത്, അല്ലെങ്കിൽ ഈ തെറ്റ് ചെയ്യരുത് എന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? മുൻകോപം. അത് മാത്രമേ ഉള്ളൂ. പലപ്പോഴും വിചാരിക്കും അതൊന്ന് കുറച്ചുകൂടെ ഇത് ചെയ്യണമെന്ന് വെച്ചാൽ കുറേ കുറച്ചിട്ടുണ്ട്. പക്ഷെ അത് ചെയ്യരുതെന്ന് വിചാരിച്ചാലും ഇൻവോളണ്ടറി ആയിട്ട് വരും. അത് ഒരു പരിധി വരെ വേണം. പക്ഷേ അത് ചെറിയൊരു ഡ്രോബാക്കാണ്. ചെയ്യരുതെന്ന് തോന്നാറുണ്ട്, പക്ഷെ ചെയ്യും. പക്ഷേ ഐ ഓൾവേസ് ട്രൈ ടു പാസിഫൈ. ഓക്കെ. മാമിൻ്റെ ബിഗ്ഗസ്റ്റ് ഇൻസ്പിറേഷൻ ആരാണെന്ന് വെച്ചാൽ എന്ത് പറയും, ബോത്ത് ഇൻ ഡെന്റിസ്ട്രി ആൻഡ് ഇൻ ബിസിനസ്? അങ്ങനെ ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ ഞാൻ പണ്ടും അന്നും ഇന്നും വിശ്വസിക്കുന്ന ഒരു കാര്യം, എന്ത് ചെയ്താലും അത് മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരണം എന്നാണ്. അപ്പം എനിക്ക് എൻ്റെ ചെറിയ പ്രായത്തിൽ മുതലേ ഞാൻ സെൽഫ് മോട്ടിവേറ്റഡ്, സെൽഫ് ഡിസിപ്ലിൻഡ്, അതുപോലെ തന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു നേച്ചറാണെന്ന് എൻ്റെ പാരൻസും എൻ്റെ ഗ്രാൻഡ് പാരൻസും പറയാറുണ്ട്. ഒരു കാര്യം ഏൽപ്പിച്ചാൽ പിന്നെ ആരും അതിലോട്ട് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ അതിൽ ഞാൻ എപ്പോഴും സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടെന്നാണ് എനിക്ക് കൂടുതൽ തോന്നിയിട്ടുള്ളത്. കാരണം ഞാനൊക്കെ തുടങ്ങുന്ന കാലത്ത് നമുക്ക് ആരെയും കണ്ട് ചെയ്യാനൊന്നും ഉള്ള ഒരു അവസരമില്ല. പിന്നെ ഞാൻ ആരുടെ കൂടെ നിന്നൊരു പ്രാക്ടീസ് പഠിച്ചിട്ടില്ല. അപ്പോൾ ചെറുതായിട്ട് തുടങ്ങി അതിൽ നിന്ന് നമ്മൾ തന്നെത്താനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു. പിന്നെ ഒരു ഗോഡ് ഫാദർ ഉണ്ടെങ്കിൽ ചില കാര്യം, നമ്മൾ എന്തിനാണ് ഗോഡ് ഫാദർ എന്ന് പറയുന്നത്? നമ്മൾ ഒരു കുഴിയിൽ വീഴുന്നതിന് മുമ്പ് നമ്മളെ രക്ഷപ്പെടുത്തുന്നയാളാണ്. പക്ഷെ നമ്മൾ തന്നെത്താനെ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ ചില അബദ്ധങ്ങൾ വരും. അതിൽ നിന്ന് നമ്മൾ ലേൺ ചെയ്യും, വീണ്ടും എണീക്കും. അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഈ ഒരു മെസ്സേജ് തന്നെയാണ് ഞാൻ എൻ്റെ ചുറ്റുപാടുമുള്ളവർക്കും കൊടുക്കും. ഓൾവേസ് ബി സെൽഫ് ഡിസിപ്ലിൻഡ് ആൻഡ് സെൽഫ് മോട്ടിവേറ്റഡ്. നമുക്ക് എപ്പോഴും എല്ലാവരെയും മോണിറ്റർ ചെയ്ത് നടക്കാൻ പറ്റില്ല. അത് മോണിറ്റർ ചെയ്യണം എന്നുള്ള ആളുകൾക്ക് നമുക്ക് ഒരിക്കലും നല്ലൊരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യാനും പറ്റില്ല. നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യണം. അത് മേ ബി കാലഘട്ടത്തിൻ്റെ ആയിരിക്കും. ഞാൻ വളർന്നു വന്നതും പഠിച്ചതും എല്ലാം നമ്മൾ എല്ലാം സെൽഫ്. ഓക്കെ മാം, ഇപ്പോൾ ചിത്രയിലെ സ്റ്റാഫ്സ് ഒരു ഹൈ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാഫ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അവർക്ക് എന്താണ് പറഞ്ഞു കൊടുക്കാറുള്ളത്? നമ്മളുടെ അടുത്ത് ഓരോ ആളുകളും വരുമ്പോൾ അവരെല്ലാം ഒരു റോ പേഴ്സണാണ്.
അതായത് വളരെയധികം ക്രൂഡായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അൺറിഫൈൻഡ്. അപ്പോൾ ഇവരെ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് അവരുടെ ഓരോ കാര്യങ്ങളും എല്ലാ കാര്യത്തിലും നമ്മളവരെ മോണിറ്റർ ചെയ്യുകയും പറഞ്ഞു കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ അപ്പിയറൻസ്, വേ ഓഫ് ടോക്കിംഗ്, പിന്നെ ചില സമയത്ത് നമ്മൾ ചില സ്ഥലങ്ങളിൽ അവരെ കൊണ്ടുപോയി കാണിച്ചിട്ട് സീ ഹൗ ദാറ്റ് പേഴ്സൺ ഈസ് ബിഹേവിങ്. പിന്നെ നമ്മൾ കിട്ടുന്ന ചില വീഡിയോസ്, നമ്മുടെ തന്നെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുക. അപ്പോൾ രാവിലെ എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ്സ് മീറ്റിങ്സ് ഉണ്ട്. അപ്പോൾ ഈ മീറ്റിങ്ങുകളിൽ നമുക്കിപ്പോൾ നമ്മൾ അവിടെ ചെന്നു, നമുക്കൊരു നല്ല എക്സ്പീരിയൻസ് കിട്ടി, ഇതൊക്കെ നമ്മളിങ്ങനെ ഷെയർ ചെയ്യും. അതുപോലെ തന്നെ അവരുടെ ഇൻക്ലൂഡിങ് ദെയർ പേഴ്സണൽ ഹൈജീൻ വരെ നമ്മൾ അവർക്ക് ഗൈഡൻസ് കൊടുക്കും. അതുകൂടാതെ ചിലപ്പം നല്ല മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനെ കൊണ്ടുവന്ന് അവർക്ക് ചെറിയ ചെറിയ ക്ലാസ്സുകൾ കൊടുക്കും. പിന്നെ പേഴ്സണൽ അഡ്വൈസ് കൊടുക്കും. പിന്നെ എനിക്കിപ്പോൾ എൻ്റെ കൂടെയുള്ള ഓരോ ആളുകളെയും നല്ല ഇങ്ങനെ ഒരു ക്രിസ്റ്റലിനകത്തോടെ കാണുന്ന പോലെ കാണാം. കാരണം അത്രയ്ക്കും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓൺ ആൻഡ് ഓഫ് ചിലപ്പോൾ ചില ചലഞ്ചസ് വരാറുണ്ടെങ്കിലും വി നോ ഈച്ച് ആൻഡ് എവരിബഡി. കാരണം ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഫാമിലി ആൻഡ് എ പ്രൊഫഷൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയിൽ നിന്ന് നമ്മൾ എന്ത് കിട്ടുന്ന കാര്യങ്ങൾ അത് തന്നെയാണ് നമ്മൾ പ്രൊഫഷനിലും അതിൻ്റെ റിഫ്ലക്ഷനാണ് കാണുന്നത്, അല്ലേ? ഒരു വെൽ ട്യൂൺഡ്, വെൽ ഗ്രൂംഡ് ഒരാൾ വന്ന് പ്രൊഫഷനിൽ കാണിക്കുന്നത് അതിൻ്റേതായ ഒരു സ്റ്റാൻഡേർഡും കൾച്ചറും കാണും. അതുപോലെ തന്നെ നമ്മൾക്കൊരിക്കലും വി ആർ നോട്ട് ഇൻ ഹെൽത്ത് കെയർ സർവീസ് നമ്മൾ ഹ്യൂമൻ ബീയിങ്സ്, നമ്മൾ ഇടപെടുന്നതും ഹ്യൂമൻ ബീയിങ്സുമായിട്ടാണ്. അപ്പം നമുക്കതിലെന്താണ്, നമുക്ക് ഒരിക്കലും ഒരു മെക്കനൈസ്ഡ് കൈൻഡ് ഓഫ് തിങ് പറ്റില്ല. നമ്മൾ കമ്പ്യൂട്ടറല്ല, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനുള്ളതല്ല. മാനേജ്മെൻറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. അപ്പം നമ്മുടെ എതിരെ ഇരിക്കുന്ന ആളിൻ്റെ പൾസ് മനസ്സിലാക്കി വേണം നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ, അല്ലേ? അപ്പോൾ ഇത് നമ്മൾ വളരെയധികം അതിനൊരു എന്താ പറയുക, പല രീതിയിലാണ്. അത് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് അതിന്. ചിലപ്പം ഇതുപോലെയുള്ള മുൻകോപം, ശാസന, പാമ്പറിങ്, പേഴ്സണൽ അഡ്വൈസ്, ഇങ്ങനെ മൾട്ടിപ്പിൾ വേയിൽ കൂടാണ് നമ്മൾ അവരെ ഗ്രൂം ചെയ്ത് ഇറ്റ് ടേക്സ് ടൈം. വളരെയധികം ഗ്രൂംഡായിട്ട് വരുന്ന ആളുകൾക്ക് ഇറ്റ് ടേക്സ് ഓൺലി 3 months. ബാക്കിയുള്ള ചിലപ്പോൾ 1 വർഷം 2 വർഷം വരെ എടുക്കുന്ന ആളുകളും ഉണ്ട്. പക്ഷേ ഐ ഓൾവേസ് ഗീവ് നിയർലി 80% മാർക്ക് ടു ദെയർ ആറ്റിറ്റ്യൂഡ്. ഓൺലി 15 to 20% ഫോർ ദെയർ സ്കിൽ ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പം നമ്മൾ എന്താ ചെയ്യണം, സ്കിൽ ആൻഡ് എഡ്യൂക്കേഷൻ അവിടെ വെച്ചിട്ട് ആ പർട്ടിക്കുലർ പേഴ്സൻ്റെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കി കഴിഞ്ഞാണ് നമ്മുടെ ഈ ഗ്രൂമിങ് ആൻഡ് മെൻറ്ററിങ് സെഷൻ തുടങ്ങുന്നത്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് ഇസ് ഗുഡ്, ഐ ട്രൈ മൈ മാക്സിമം ടു അപ്ലിഫ്റ്റ് ദാറ്റ് പേഴ്സൺ. മാം കാലത്തിനനുസരിച്ച് വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇനി വരുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. അപ്പം വാട്ട്സ് യുവർ ഫ്യൂച്ചർ വിഷൻ ഫോർ ചിത്ര? നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉപയോഗം ഇപ്പോൾ വരാൻ പോകുന്നു എന്ന് പറയാൻ പറ്റില്ല, ഓൾറെഡി ഇൻ ടു ദ മാർക്കറ്റ്. അപ്പം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ചിത്ര ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പ്രാക്ടീസാണ്. കാരണം നമുക്ക് ഡിജിറ്റലി 100% ഡിജിറ്റലൈസ്ഡ് ഡെൻ്റൽ ക്ലിനിക്കാണ്. അത് നമ്മൾക്ക് എല്ലാ ഇൻവെസ്റ്റിഗേഷൻസിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഡിസൈനിങ്, പ്ലാനിങ്, സ്മൈൽ ഡിസൈനിങ്, എല്ലാ കാര്യത്തിലും ഇത് ഉപയോഗപ്പെടുത്തി തന്നെയാണ് ഇപ്പോഴും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നല്ല നമ്മളുടെ ആ ഒരു പ്രീവിയസ്ലി നമ്മളൊരു അസംഷൻ, ഒരു ടെൻറ്റേറ്റീവ് കാൽക്കുലേഷൻ ആയിരുന്നു. ഇപ്പോൾ അതല്ല, ഇത്ര മില്ലിമീറ്റർ കഴിഞ്ഞാൽ ഇത് എന്നുള്ള രീതിയിലാണ് നമ്മളുടെ ഓരോ കാൽക്കുലേഷനും. അതിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് വളരെയധികം ഉപകാരം തന്നെ. വൺ സ്റ്റെപ്പ് അഹെഡ് ആണ്. അതെ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരിക്കലും നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിലോ മാൻ പവറിൻ്റെ കാര്യത്തിലോ അപ്ഡേഷൻസ് ഓഫ് സ്കിൽസ് ആൻഡ് നോളജിലോ ഒരിക്കലും കോംപ്രമൈസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഇപ്പം നമുക്ക് ധൈര്യപൂർവ്വം പറയാം, ഐ ആം ഈക്വൽ ടു എനിബഡി ഇൻ ദിസ് വേൾഡ്. കാരണം വി ആർ ഗെറ്റിംഗ് ലോട്ട് ഓഫ് പേഷ്യൻസ് ഫ്രം എബ്രോഡ്. അപ്പം എനിക്ക് പലരും പറയാറുണ്ട്, നിങ്ങൾ ഒരു പടി എന്തായാലും അവരെക്കാളും കടന്നാണ് ഇവിടെ നടത്തിക്കൊണ്ട് പോകുന്നത് എന്നുള്ള, അതെനിക്ക് ഫോറിനേഴ്സ് അത് പറയുമ്പം എനിക്ക് വളരെയധികം ഞാനിടുന്ന എഫേർട്ടിനുള്ള ഒരു 100% ഒരു ക്രെഡിറ്റ്
ആൻഡ് അക്സെപ്റ്റൻസ്, അതൊരു റിവാർഡ് എന്ന് വേണം പറയാൻ. മാം ഇപ്പോൾ ഫോറിൻ പേഷ്യൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഓർത്തതാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ പ്രസൻസ് ഉണ്ട് ചിത്രയ്ക്ക്. വളരെ കോൺഷ്യസ് ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു എഫേർട്ടാണ്, നമുക്കത് മനസ്സിലാവും. ആ തീരുമാനത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത്, എനിക്കൊരു ഓൺലൈൻ പ്രസൻസ് കൂടി വേണം ഇതിനെന്നുള്ള? അപ്പോൾ അത് വന്നത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു വെൽനസ് സെൻറ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്നാണ് അതിൻ്റെ തുടക്കം. കാരണം ഡെൻ്റൽ സെൻറ്ററുകൾക്ക് ഈ ഓൺലൈൻ പ്രമോഷൻസ് അത്ര അധികം നമ്മൾക്ക് അഡ്വൈസബിൾ അല്ലായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനൊരു വെൽനസ് സെൻറ്റർ തുടങ്ങി. അതായത് നമ്മളുടെ കുറേ കാര്യങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു കൈൻഡ് ഓഫ് വെൽബീയിങ് ടു സ്ട്രെസ് റിലീവിങ് തെറാപ്പീസൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനിടയ്ക്കാണ് ഈ ഓൺലൈൻ പോസിബിലിറ്റീസും അതുപോലെ ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വെബ്സൈറ്റിൻ്റെ പ്രൊമോഷൻസ്, വെബ്സൈറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടൻറ് അപ്ഡേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക ബേസിക് റീസൺ ഫോർ ദിസ് ഇസ് മൈ വെൽനസ് സെൻറ്റർ. ഓൺലൈൻ പ്രസൻസിൻ്റെ കാര്യം പറയുമ്പോൾ സാധാരണ എല്ലാവരും ആലോചിക്കുന്നത് ആണെങ്കിൽ ഒരു പേജ് തുടങ്ങാം, അറിയിക്കാം. അതിന് പകരം ഒരു പ്രൊഫഷണൽ ടീമിനെ ഏൽപ്പിക്കുക, അവരിലൂടെ വർക്ക് ചെയ്യുക എന്നുള്ള ആ സ്മാർട്ട് മൂവ്, അതിലേക്ക് എങ്ങനെയാണ് എത്തിയത്? അത് ഈ വെൽനസ് സെൻറ്ററിൻ്റെ സ്റ്റാർട്ടിൽ കൂടാണ് ഞാൻ നമ്മളുടെ ഈ മെരാപ്പ് ടെക്നോളജീസ് മിസ്റ്റർ ബിനോജിനെയാണ് ഞാൻ ആദ്യം പരിചയപ്പെട്ടു. അപ്പോൾ അത് കഴിഞ്ഞ് സ്ലോലി അതിനകത്ത് ഫേസ്ബുക്കായി, ഇൻസ്റ്റാഗ്രാമായി, പിന്നെ അതുപോലെ വെബ്സൈറ്റ് നമ്മൾ ഒന്നേന്ന് റീവാമ്പ് ചെയ്ത് ഈ മൊബൈൽ ഫ്രണ്ട്ലി, പിന്നെ അതിൽ കണ്ടൻറ്റ് എല്ലാം ചേഞ്ച് ചെയ്ത് നമുക്ക് അതൊരു നല്ല റെസ്പോൺസായിരുന്നു. പിന്നെ അതിനേക്കാൾ ഉപരി ഞാനും ഈ മെരാപ്പ് ടെക്നോളജീസുമായിട്ടൊരു ബിസിനസ് പരമായൊരു ബന്ധം എന്ന് പറയാൻ പറ്റില്ല, അതിനേക്കാൾ ഉപരി അതായത് നമ്മളൊരു ഹാർട്ട് ടു ഹാർട്ട് ടോക്ക് എപ്പോഴും നടക്കാറുണ്ട്. അത് അറിയാൻ കാര്യം, നമ്മൾ 2019-20 കോവിഡ് സ്റ്റാർട്ട് ചെയ്യുന്നു, 20ൽ കോവിഡ് നമ്മൾ ഓൾമോസ്റ്റ് അടച്ചു. അപ്പം ആ സമയത്തും നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുകയും നമുക്ക് വേണ്ട അഡ്വൈസ് തരാനും ഒക്കെ ഫോണിൽ കൂടെ എപ്പോഴും അവൈലബിൾ ആയിരുന്നു. ദേ വെയർ ഓൾസോ അണ്ടർ ചലഞ്ച്, ഞാനും ആയിരുന്നു. അപ്പോൾ ആ സമയത്താണ് നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ ഫോണിൽ കൂടെയൊക്കെ മെസ്സേജസ്, ഫോൺ കൺസൾട്ടേഷൻസ്, അതുപോലെ ആ ടൈമിലാണ് നമ്മൾ ഈ വെബ്സൈറ്റൊക്കെ മോഡിഫൈ ചെയ്യാനും പിന്നെ സ്ലോലി ആഡ് ഓൺ ചെയ്തു. ഇങ്ങനെ ഈ കോണ്ടൻറ് റൈറ്റിംഗ്, ബ്ലോഗ് റൈറ്റിംഗ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. കാരണം ഞാൻ ഇത്രയും സീനിയർ ആണെങ്കിലും ഈ ടെക്നിക്കലി ഞാൻ അത്ര ഹയർ ഇതിലല്ല. എനിക്ക് പുതിയ പുതിയ കാര്യങ്ങളെല്ലാം വളരെ ക്ഷമയോടുകൂടി പറഞ്ഞ് തരും. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ആ ഒരു റിലേഷൻ ബിൽഡപ്പ് ചെയ്തു. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ തിരക്കാണെങ്കിൽ സംസാരിക്കില്ലെങ്കിലും പക്ഷെ ടൈം കിട്ടുമ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ അവേഴ്സ് ആൻഡ് അവേഴ്സ് ഓഫ് ടോക്ക് നടക്കും. അപ്പം നമുക്കൊരു ഐഡിയ നമ്മുടെ ഇതിൽ വരും. അത് കഴിയുമ്പം സംടൈംസ് അവർ ചെയ്തില്ലെങ്കിൽ വിൽ ഗെറ്റ് എ കറക്റ്റ് പേഴ്സൺ ടു ഗെറ്റ് ഇറ്റ് ഡൺ. അപ്പം അങ്ങനെ നമ്മളിതെല്ലാം കൂടെ പിന്നെ ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ട്, ഇപ്പം ഇഫ് ഐ ഇൻട്രൊഡ്യൂസ് സംബഡി ടു ദ ടീം അല്ലെങ്കിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ദേ ഓൾവേസ് അക്സെപ്റ്റ് ദാറ്റ്. അപ്പോൾ അതൊക്കെ ഒരു ഞങ്ങളുടെ ഒരു അതിനെന്താ ഒരു കെമിസ്ട്രി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു കെമിസ്ട്രി ഒരു 2017 മുതൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ഇതുവരെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അത് കംഫർട്ടബിളാണ്. പിന്നെ നമ്മുടെ എല്ലാ ഗ്രോത്തിൻ്റെയും ഒരു പാർട്ട്ണർ, അത് ദേ ആർ കൺസിഡേർഡ് ആസ് അവർ പാർട്ട്ണർ. ഇപ്പം അവരൊരു ക്ലിനിക്ക് നടത്തുന്ന പോലെ തന്നെയാണ് എന്നെ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് എഫേർട്ട് ഇടുന്നത്. അപ്പം അതിൽ ഐ എം ഓൾവേസ് ഗ്രേറ്റ്ഫുൾ. മാം, ഇപ്പോൾ 2 ക്ലിനിക്കാണുള്ളത്, ഒന്ന് പട്ടത്തും ശ്രീകാര്യത്തും. അവിടെയുള്ള ഫെസിലിറ്റീസിനെ കുറിച്ചൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ശ്രീകാര്യം നമ്മൾക്കൊരു കൺസിഡർ ആസ് എ ഹോംലി ക്ലിനിക്ക്. ശരിക്കും പറഞ്ഞൊരു ഫാമിലി കോൺസെപ്റ്റ്, കുറച്ചൊരു ഹോംലി കൈൻഡ് ഓഫ് നമ്മൾ തന്നെ കുറേ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ട് വളരെയധികം ഒരു വളരെ കൂൾ കൈൻഡ് ഓഫ് തിങ് അറ്റ് സ്റ്റാർട്ടഡ് വെരി ബാക്ക്. ആ ഒരു കോൺസെപ്റ്റിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ പട്ടം ഒരു ബ്രാഞ്ച് തുടങ്ങണമെന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് ഇതുപോലുള്ള റിക്വയർഡ് മാൻ പവർ അക്വയറിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് അവരെ നമ്മുടെ എല്ലാ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറും കറക്റ്റായിട്ട് പഠിപ്പിച്ചിട്ട് ദ എക്സാക്റ്റ് റെപ്ലിക്ക ഓഫ് ശ്രീകാര്യം തന്നെ ആക്കി.
അതിനുശേഷം ഒരു 6 months ട്രെയിനിങ്ങിന് ശേഷമാണ് നമ്മൾ പട്ടത്തേക്ക് വിട്ടു. സെയിം കൈൻഡ് ഓഫ് തിങ്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇവിടെയും ഫോളോ ചെയ്യുന്നു. അതുപോലെ ഈക്വലി കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ടീം ഇവിടെയുണ്ട്. പക്ഷേ എൻ്റെ പ്രസൻസ് എല്ലാ ദിവസവും മോസ്റ്റ്ലി ഇവിടെ കാണും. എവറി ഡേ വി മോണിറ്റർ തിങ്സ്, വി എക്സ്ചേഞ്ച് ദ ആക്ടിവിറ്റീസ്. അങ്ങനെ അത് വളരെ ഇനീഷ്യൽ പ്രോബ്ലംസ്, ദാറ്റ് ഈസ് യൂഷ്വൽ. അത് കഴിഞ്ഞെല്ലാം വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് പോകുന്നത്. ഹസ്ബൻഡിന്റെ കാര്യം ത്രൂ ഔട്ട് ഇന്റർവ്യൂവിലും മാം ഇടയ്ക്കിടയ്ക്ക് മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. പറഞ്ഞു. കാരണം ഹസ്ബൻഡിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഹീസ് എ സയൻറ്റിസ്റ്റ്. പക്ഷേ നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഒരു ഫ്രീഡം തന്നുകൊണ്ടുള്ള ഒരു അഡ്വൈസ്, അത് ഞാൻ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം സാധാരണഗതിയിൽ എല്ലാവരും അതിനെ കോൺക്കർ ചെയ്യാനുള്ള ഒരു ഇതിലായിരിക്കും. പക്ഷേ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗ്രോത്ത്, പിന്നെ എപ്പോഴും എല്ലാത്തിനും കയറി അഡ്വൈസ് തരാറില്ല. വെന്നെവർ ഈസ് റിക്വയർഡ് ഹി ഓൾവേസ് കൺവേ ദ മെസ്സേജ് ദാറ്റ് വെന്നെവർ ഐ ആം റിക്വയർഡ് ഐ വിൽ ബി ദെയർ. അല്ലാതെ എപ്പോഴും എല്ലാ കാര്യത്തിനും ഞാൻ അഡ്വൈസ് ചോദിച്ച് ചെയ്യുന്ന ഒരാളാണെന്ന് ഇതിനകത്ത് എടുക്കാൻ പാടില്ല. കാരണം ഐ യൂഷ്വലി മാനേജ് തിങ്സ്, ഓൾമോസ്റ്റ് എല്ലാം മാനേജ് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ചില പർട്ടിക്കുലർ ചലഞ്ചസ് വരും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അഡ്വൈസ് ചോദിക്കും, തരും. പിന്നെ ഒരു എപ്പോഴും എവ്രിബഡി നോസ് ദാറ്റ് ഐ ആം സപ്പോർട്ടഡ്. അതുകൊണ്ട് എനിക്ക് വളരെയധികം ഒരു പ്രൊട്ടക്റ്റഡ് ഫീലിംഗ് എല്ലായിടത്തും കിട്ടാറുണ്ട്. പിന്നെ കുട്ടികൾ 3 പേരുണ്ട്. മൂത്തയാൾ ലോയറാണ്. ഹീസ് എ കോർപ്പറേറ്റ് ലോയർ ഇൻ ബാംഗ്ലൂർ. രണ്ടാമത്തെ ആളിപ്പം MS ഓർത്തോപീഡിക്സ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചെയ്യുന്നു. ഇളയ മകൾ ഫൈനൽ ഇയർ BDS ഇൻ AB ഷെട്ടി ഡെൻ്റൽ കോളേജ് മാംഗ്ലൂർ. ഇതൊക്കെയാണ് എൻ്റെ ഫാമിലി. പിന്നെ എപ്പോഴും ഫാമിലി എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, അത് ഇതുപോലെ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ട് നിന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര അങ്ങനെ ഒരു സപ്പോർട്ടുണ്ട്. കാരണം ആരും എന്നെ ഒരുപാട് പ്രഷറൈസ് ചെയ്യാൻ വരാറില്ല. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ ചെയ്ത് പോകുന്നു. ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ് ചിത്ര മൾട്ടി സ്പെഷ്യാലിറ്റി ഡെൻ്റൽ ക്ലിനിക്കിന് വേണ്ടി? ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഡെൻ്റൽ തുടങ്ങി, പിന്നെ വെൽനസ് സെൻറ്റർ തുടങ്ങി. അപ്പോൾ ഇതുപോലുള്ള വെൽനസ് എന്ന് പറയുമ്പോൾ നമ്മൾക്കിപ്പോൾ ഓരോ ചെറിയ കാര്യത്തിനും നമുക്കൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഓടിച്ചെല്ലാൻ എപ്പോഴും പറ്റില്ല. അപ്പം നമ്മൾ എന്താണ് ഒരു ചെറിയ കൺസൾട്ടേഷൻ, അതായത് മെഡിക്കൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള, അത് നമ്മളൊരു ഓപ്പൺ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് കൺസൾട്ടേഷൻ സെൻറ്റേഴ്സ്. ഇതിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ടൈം വെച്ചിട്ട് അവർക്ക് കൺസൾട്ടേഷൻ കൊടുക്കാം. അത് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ എക്സ്പാൻഷൻ പ്രോസസ്സിലാണ്. ലൈക്ക് ഇപ്പോൾ ഒരു ഫിസിഷ്യനായാലും ഒരു സൈക്യാട്രിസ്റ്റിനായാലും ആർക്ക് വേണമെങ്കിലും ദർ ഇസ് എ പ്ലാറ്റ്ഫോം, അത് ടൈം വെച്ചിട്ട് യൂസ് ചെയ്യാം. ഫ്രീ ആണ്. ഫ്രീ മീൻസ് അവർക്ക് ഫ്രീഡം ടു വർക്ക് ഹിയർ. അവരുടെ പേഷ്യൻറ്റിനെ കൊണ്ടുവരാം, നമ്മുടെ ആളുകൾക്ക് പോകാം. അപ്പോൾ ഒരു 5 to 7 ആണ് ഇരിക്കുന്നതെങ്കിൽ ആ ഒരു ടൈമിന് ആ പർട്ടിക്കുലർ ഡേയിൽ ദാറ്റ് ഡോക്ടർ വിൽ ബി അവൈലബിൾ. അപ്പോൾ നമുക്കൊരു ഒരു ഫാമിലി ക്ലിനിക്ക് കോൺസെപ്റ്റ്. പെട്ടെന്നൊന്ന് പോകാം, നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം, ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യാം. മേജർ ഇഷ്യൂസിന് ബിഗർ സെൻറ്റേഴ്സിലേക്ക് റെഫർ ചെയ്യാം. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത ഒരു ഡ്രീം. അത് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ ഡെവലപ്പിംഗ് സ്റ്റേജ്. ഓക്കെ, വളരെ ഇൻസ്പിറേഷണൽ ആയിരുന്നു മാമിൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചത്. വെരി പ്ലഷർ ടു ഹാവ് യു ഓൺ ദ ഷോ. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു.